ഇന്നത്തെ വ്ളോഗ് ഇസ് ഓൾ അബൌട്ട് ക്യാമ്പിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാമ്പിങ് എന്താണെന്നറിയാമല്ലോ. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാമ്പിങ്ങിലാണ് ഇന്ന് ഞാൻ പോകാൻ പോകുന്നത്. ഇപ്പം ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ആ സ്ഥലം വരെ ഒരു 118 കിലോമീറ്റർ എക്സാക്ട്ലി ഉണ്ട്. സ്ഥലത്തിൻ്റെ പേര് വട്ടടദോസനഹള്ളി. വട്ടടദോസനഹള്ളി എന്ന് തന്നെയാണ് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. തിരുത്തുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ നമ്മൾ ക്യാമ്പിങ്ങിന് പോവാം. ഐ എം വെരി 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 എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ലൈക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, പക്ഷെ ക്യാമ്പിങ് ഇസ് വൺ ഓഫ് മൈ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു സാധനമാണ്. ഫസ്റ്റ് ട്രൈ ആണ്, എങ്ങനെ ഉണ്ടാവും എന്ന് കണ്ടറിയാം. ഭയങ്കര 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 എക്സൈറ്റഡ് ആണ്. സോ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വേണ്ടത് ടെൻറ്റാണ്. ടെൻറ്റ് നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മൾ ടെൻറ്റ് നവീനേട്ടൻ, നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഒരു ഏട്ടനാണ്, നവീനേട്ടൻ കൊണ്ടുവരും. നമ്മൾ ടോട്ടൽ 8 പേരായിട്ടാണ് പോണേ. 4 ഫാമിലി, 4 കപ്പിൾസ്. അപ്പോൾ അവരൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പം നവീനേട്ടൻ ടെൻറ്റിൻ്റെ കാര്യം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചെയർ, ഇതാണ് ടെൻറ്റിൻ്റെ വേണ്ട ചെയർ. അത് 2 മേടിച്ചിട്ടുണ്ട്. ഡെക്കാത്തലോണിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഓൾ ദ തിങ്സ് ജസ്റ്റ് ലൈക്ക് ബെഡ്, ഇത് ടെൻറ്റിൻ്റെ താഴെ നമുക്ക് വിരിക്കാനായിട്ട്. പിന്നെ രാത്രി തണുക്കും, അപ്പം നമ്മൾ കമ്പിളി എടുത്തിട്ടുണ്ട്. ഓൾസോ പില്ലോ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബേസിക് തിങ്സ് ലൈക്ക് ബ്രഷ്, പിന്നെ ടോയ്ലറ്ററീസ്. നമുക്ക് ക്യാമ്പിങ് ആകുമ്പോൾ ടോയ്ലറ്റൊക്കെ പോകാൻ സംവിധാനം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ വല്ല കാട്ടിലോ പറമ്പിലോ പാറയുടെ അപ്പുറമോ എവിടെ വേണമെങ്കിലും ഇരുന്ന് എല്ലാം സാധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പോയിട്ട് ഉച്ചക്കലത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നതാണ്. ആൻഡ് രാത്രിയിലത്തത് നമ്മളെല്ലാവരും 4 പേര് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഐ മേഡ് കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദീപ്തേച്ചി ചിക്കൻ കറി ഉണ്ടാക്കും, അങ്കിത മുട്ടക്കറി ഉണ്ടാക്കും. പിന്നെ വി ആണെങ്കിൽ മാരിനേഷൻ നമ്മളവിടെ പോയിട്ട് ഗ്രില്ല് ചെയ്യാനുള്ളതാണ്. അതിനുള്ള എല്ലാ സെറ്റപ്പൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നതാണ്. സോ ബാക്കി എല്ലാവരെയും ഞാൻ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ലെന്നറിയാം. ഫേസസ് വെച്ച് ഞാൻ ഫെമിലിയർ ആക്കാം. എല്ലാവരെയും 1 by 1 ഇങ്ങനെ റെഡിയാക്കി കാണിച്ചു തരാം. സോ ഐ എം ഓൾ റെഡി, വിനായക് ഇസ് റെഡി. ഇനി അവർ വരാൻ നമ്മൾ കാത്തിരിക്കാം. വി ആർ വെയിറ്റിംഗ്. സോ ബാക്കി വീഡിയോസ് എല്ലാം നമ്മൾ ഇതിലൂടെ കാണിക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. ലെറ്റ്സ് ഗോ. നവീനേട്ടനും ദീപ്തേച്ചിയും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് താഴെ പോകണം. സാധനങ്ങളെടുത്ത് താഴെ പോകണം. ദീപ്തേച്ചി നവീനേട്ടനും വന്നിട്ടുണ്ട്. ഇതെടുക്കാനുണ്ട്. ഇത് അത്രയും സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ദീപ്തേച്ചി. ഹായ് പറയാം. ഹായ്. ഇത് നവീനേട്ടൻ. ഇതാണ് നമ്മൾ പറഞ്ഞ കപ്പിൾസ്. ഇനി നമ്മളിവിടെ വേറെ ആൾക്കാർ, വേറെ 2 ഫാമിലീസും കൂടെ വരാനുണ്ട്. അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഏകദേശം ഒരു അണ്ടവും കുണ്ടും ഇല്ലാണ്. ഇവിടെ ഹായ് പറഞ്ഞില്ല താൻ. ഓക്കെ. സോ ഇത് ദേവനഹള്ളിയിലെ മയൂര സ്വീറ്റ് ആൻഡ് ബേക്കറി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല സാൻഡ്വിച്ച് കിട്ടും. ട്രൈ ചെയ്തിട്ട് ബാക്കി പറയാം. ഓക്കെ. ഫുഡ് വന്നു. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ സാൻഡ്വിച്ച്. ഈ പാട്ടൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഹിറ്റാവണല്ലേ. ആ സ്റ്റാർ സിംഗർ ഇതൊക്കെ വന്നോണ്ട് ആണോ? വലിയ പെട്രോൾ അടിച്ചില്ല. ഞാൻ അപ്പളേ പറഞ്ഞു നിന്നോട്. നമ്മൾ പോകുന്ന വഴി ഒരു വലിയ ലേക്ക് കണ്ടെത്തിയിരിക്കുന്നു. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കച്ചറയില്ലാത്ത വെള്ളമാണ്. കുറേ ഇങ്ങോട്ട് വന്നാലേ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഇത്രയും ദൂരം വരണം നമ്മൾ കച്ചറയില്ലാത്ത വെള്ളം പറഞ്ഞു വരുന്നത്. സോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഇതാണ് വട്ടടദോസനഹള്ളി ലേക്ക്. വട്ടട മസാല ഞാൻ ആദ്യം പറഞ്ഞ
പറഞ്ഞു ഇത് അങ്ങനെ ഒരു പോപ്പുലർ സ്പോട്ട് അല്ല. ഇന്ന് രാവിലെ ഒന്ന് ഫുള്ള് ഇൻട്രോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ സ്വന്തം. എന്റെ ക്യാമറ എനിക്ക് പറയണ്ട. എന്താ ഒരു കാര്യം നീ പറഞ്ഞത്? പക്ഷെ എന്താ നമ്മള് പോണൊരു സ്ഥലം നോക്ക്, മലയുടെ തൊട്ട് കാണിക്കും. അങ്ങനെയൊക്കെ ഈ സ്ഥലത്തിനെ പറ്റി കുറച്ച് പറയണം. അങ്ങനെ പറയാനൊന്നുമില്ല, ഇതൊരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. പിന്നെ ആ കോമഡി നീ എന്തായാലും പറയണം, വൈറലാവും. ഇത് വളരെ പബ്ലിക്കായിട്ട് എല്ലാരും വരുന്ന ഒരു കച്ചറ സ്ഥലമാണെന്നൊക്കെ പറയുന്നു. വഴിക്കും വരണ്ടാന്ന്. അയ്യോ ഇതൊക്കെ വന്നിട്ടുണ്ട്. പകർത്തിയെടുത്തതിനായിട്ടാ സാധനം അവിടെ ചെല്ലുമ്പോ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. നോക്ക് നോക്ക്. നമുക്ക് അങ്ങോട്ട് പോവാം, ഉള്ളിലേക്ക് പോവാം. അവിടെ എപ്പോഴാ പോകാൻ പറ്റുള്ളൂ? വെളിച്ചം വേണ്ടേ? അല്ലല്ലോ, ഇവിടുന്ന് എങ്ങനെ വെള്ളത്തിൽ കൂടെയോ? പിന്നെ ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. നമ്മുടെ വീക്കുട്ടി നായിക, ഇത് വേറൊരു നായിക. അപ്പം കുറെ സ്കെച്ച് ചെയ്തോണ്ടിരിക്കണം. അവിടെ ആൾക്കാർ വേറെ വീഡിയോ ഇട്ടുണ്ട്. അതായത് പലരും പറയും ആരൊരു ബോർഡ് പോലും വെച്ചിട്ടില്ലേ, പലരും ഇറങ്ങുന്നുണ്ട്. അവര് വഞ്ചിയിൽ പോകുമ്പോ അവിടെ സൈഡിലൊക്കെ മുതലാ. അപ്പൊ നമ്മൾ കുളിക്കാൻ പോവാണ്. നമ്മളല്ല, ബോയ്സ് എല്ലാരും കൂടെ കുളിക്കാൻ. ഐ മീൻ കുളത്തിലേക്ക്, കുളമല്ല, ഇതിനെന്താ പറയാ? ഇത് ലേക്ക്, ലേക്കിന്റെ മലയാളത്തിൽ എന്താ പറയാ? തടാകം. തടാകത്തിൽ ചാടി നീന്തി കുളിക്കാൻ പോവാണ് ഇവരെല്ലാരും കൂടെ. ഞാൻ അതിന്റെ അരുവിയല്ലേ പറയാ, അരുവിയില്ല, സൈഡിൽ കാലിട്ടടിക്കാൻ പോകും. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ അവരെ കാണില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് അഡ്വഞ്ചറസ് സ്പോട്ടാണ് ആക്ച്വലി ഇത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, സോ യാ, ലെറ്റ്സ് ഗോ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകാൻ പൊതുവെ വളരെ ഇഷ്ടമാണ്. ബിക്കോസ് ഇത് കയറ്റമല്ലല്ലോ, കയറ്റം കയറാൻ എനിക്ക് മതി. ഇപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അതെ, അപ്പൊ നമ്മൾ എത്തിയെന്ന് തോന്നുന്നുണ്ട്. അവിടെ വേറെ ഒരു കൂട്ടം ആൾക്കാർ കുളിക്കുന്നുണ്ട്. ആൾക്കാരെ കണ്ടെത്തിയിരിക്കുന്നു. ഇവരാണ് നമ്മുടെ വഴികാട്ടി. പക്ഷെ നമ്മളെ വഴി ഇങ്ങനെ വീടില്ല കേട്ടോ, വഴിയില്ലേ? ഒരിടക്ക് ഞാനിങ്ങനെ കട്ടായി പോയത്. എടാ ഞാൻ ആ വഴി ഉണ്ടായിരുന്നു.
പക്ഷെ ഇവിടെ ഇങ്ങനെ വഴിക്കൂടെ നടന്നു അറിയാണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഐ ആം സേഫ്. ഇവിടെയൊക്കെ വേസ്റ്റ് ആക്കി. ശരിക്കും വ്ളോഗൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എണ്ണം കൂടെ ഉള്ളൂ. അവിടെ ഒരു പട്ടിയുണ്ട്. എന്താടാ അവിടെ താഴ്ചയില്ലെങ്കിലോ? കാഴ്ചയില്ലേ? അവർ നീന്താൻ പോവുകയാണ് ഗൈസ്. യശോദ ചതിച്ചു ചതിച്ചു വിനായകൻ ചതിച്ചടാ. എനിക്കറിയില്ല, പകുതി അറിയുള്ളൂ. അവിടെ പകുതി പഠിക്കാൻ പോയിട്ടോടി. അവിടെ കഷ്ടപ്പെട്ടില്ലോ. ഇയാളോ വിനായകൻ പോണു. ആ അല്ല ക്വാറി ആ പഞ്ചായത്ത് കുളത്തിൽ പോയി പഠിച്ചിട്ടുണ്ട്. ഫോൺ തന്നിട്ട് പോക്കോ. അത് ഞാൻ നോക്കി തരാം. ഇവിടെ പറയാം. ഇത് അടുത്തൊരാൾ ചാടാൻ പോകുന്നു. ഇവിടെ എത്ര? ഡൈവ് ചെയ്യോ? ഇവിടെ എത്ര? എടാ വിനായക നീ ബാക്കോട്ടാണോ ചാടുന്നത്? കുളക്കടവിൽ പിടിക്കുന്ന രണ്ട് സ്ത്രീകൾ. മതി മതി. ഈ ഫ്രണ്ട് വിളിക്കാണ്. ഇപ്പൊ നമ്മളിവിടെ ടെന്റൊക്കെ കെട്ടിയിട്ടുണ്ട്. 1 2 3 ടെന്റ് കാണിക്കും. 1 2 3. പക്ഷെ ഇപ്പൊ വിചാരിക്കണ്ടാവും നിങ്ങൾ നമ്മൾ 8 പേരുണ്ടായിട്ട് 3 ടെന്റ് എങ്ങനെയാണ് ഈ കാരണം അവിടെയാണ് നവീനേട്ടനും തെറ്റിച്ച് കിടക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഈ ടെന്റ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സർപ്രൈസ് ആണ്. സോ ഇപ്പൊ നമ്മൾ അവിടെ ചായ ഉണ്ടാക്കുക. ചായ ഓർ കാപ്പയാണോ ബട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ട്രീൻ്റെ ഇവിടെ ലൈറ്റൊക്കെ ഇടും. ചായ പൊടിച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഓരോ ഗെയിംസ് ഓരോ ഇതൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ കട്ട്ലറ്റ് ആയതുകൊണ്ട് പറയല്ല, കട്ട്ലറ്റ് പൊളിയാണ് ഫാൻസ്. ഓക്കെ ബാക്കി വീഡിയോസൊക്കെ എങ്ങനെയും കാണിച്ചു തരാം. പക്ഷെ ആസ് ഓഫ് നൗ ദ ക്ലൈമറ്റ് ഇസ് വെരി ഗുഡ് ഓവർ ഹിയർ. ഒരു തണുത്തൊരു ജെന്റിൽ ബ്രീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നോട്ട് ടു കോൾഡ് ബട്ട് ദെൻ യാ ഇറ്റ്സ് ഫൈൻ. അടിപൊളിയായിട്ടുണ്ട്. തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചു വരുമ്പോൾ വി കുഡ് ലൈക്ക് റിഫ്രഷ് ourselves. നൈസായിട്ടുണ്ട്. ആസ് ഓഫ് ടിൽ നൗ നല്ല രസമുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മോർ എക്സൈറ്റഡ് അടിപൊളിയാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ എം വെയിറ്റിംഗ്. സോ കിട്ടുണ്ടോ? നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോകും. മതി പെട്ടെന്ന് കത്തി പോകും.
നല്ല പാട്ട് വെക്കും ഇങ്ങനെ കുറച്ച് നല്ല സുഖമുള്ള. ഇത് മറ്റേ ഇതിലിടാ DJ ഡാൻസ് കളിക്കുക 2 പെഗ് അടിച്ചു. അയ്യോ എന്റെ വ്ളോഗ് അവിടെ വല്ലാണ്ട് പോണ്ട. ഞാൻ പണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കൊറേ സമയം അതിന് മെനക്കെടണം. അത് കാരണം ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഉണ്ടാക്കാം. ഞാൻ ഒരു പ്രാവശ്യം ആരുടെ ചെക്കത് കുറെ നേരം തുടങ്ങിയിട്ട് സൺറൈസ് വന്നിട്ട് എണീക്കാത്ത രണ്ടും ആൾക്ക് ആ അങ്ങനെയാണ് എനിക്ക് ചെന്ന് പറയാൻ. എക്സ്പീരിയൻസ് പറയാം. എക്സ്പീരിയൻസ് സൂപ്പർ ആയിരുന്നു. ടെന്റിൽ കിടന്നുറങ്ങി ആ നല്ലതായിരുന്നു. ആൻഡ് കുറച്ചേരം ഉറക്കം പോയി. ഒരു 3 മണിക്കൊക്കെ എണീറ്റു. ബൈ. എന്താ സൗണ്ടൊക്കെ കേട്ടിട്ട് ആണോ? ചോദിക്കണ്ടേ എന്തായിരുന്നു എക്സ്പീരിയൻസ്? എന്ത് എക്സ്പീരിയൻസ്? നല്ല ടെന്റ് അടിച്ച് രാത്രി കിടന്ന് ഉറങ്ങിയതും ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. പക്ഷെ ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പൊക്കെ ഇരിക്കുന്നു. പിന്നെ അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ ജാക്കറ്റൊക്കെ ഊരിട്ടാണ് കിടന്നത്. ഒരു നേരിയ പുതപ്പ് ഇട്ടിട്ടാണ് കിടന്നത്. കമ്പിളി കൊണ്ടുവന്നിരുന്നു, പക്ഷെ കമ്പിളി ഇട്ടില്ലായിരുന്നു കാരണം അത്ര തണുപ്പുണ്ടായില്ല. പിന്നെ രാവിലെ ആയപ്പോൾ കാറ്റിൻ്റെ ഒച്ച കേട്ടപ്പോൾ എണീറ്റു. ഒരു 6 o'clock ആയപ്പോൾ എണീറ്റു. പക്ഷെ എണീറ്റപ്പോൾ ഉള്ള വ്യൂ മോനെ ഒന്നും പറയാനില്ല. കിടക്കാച്ചി ഇപ്പം തന്നെ കണ്ടില്ലേ? എനിക്ക് അതാണ് രാവിലെ എണീറ്റത്. ഇപ്പം അതിൻ്റെ കൂടെ സൺറൈസും കൂടെ വന്നിരിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ വേക്കപ്പ്. അടിപൊളി. ആൻഡ് ഓൾസോ ദ ക്ലൈമറ്റ്. ഇപ്പോൾ ഇനി ചൂട് വരാൻ പോകണുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു തണുത്ത കാറ്റും നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ വന്നപ്പോൾ എല്ലാം പോയി കിട്ടി. അടിപൊളിയുണ്ട്. നൈസ് ക്യാമ്പിങ്. ഫൈനലി അവർ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. ആൾക്കാരിപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബൈക്കേഴ്സ് 2 പേര് വന്നിട്ടുണ്ട്. അവർ ചില്ലിയ ലൈക്ക് സൺഡേസും രാവിലെ ഈ ടൈമിലൊക്കെ വരാൻ പറ്റിയൊരു ഗുഡ് സ്പോട്ടാണ്. ബട്ട് ആരും വരണ്ട. നമ്മളിവിടുത്തെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അതെ. അപ്പം നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര വിഷമം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. സത്യം പറയാലും ഭയങ്കര വിഷമം എത്തിയപ്പോൾ. എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അറിയാമല്ലോ. ബാക്ക് ടു വർക്ക് അങ്ങനത്തേക്ക് ഒരു തോട്ട് അത് എൻ്റെ മനസ്സിലുണ്ട്, വിനായകൻ്റെ മനസ്സിലുണ്ട്. അത് കാരണം ഐ എം നോട്ട് ഹാപ്പി റൈറ്റ് നൗ. പക്ഷെ ദ ട്രിപ്പ് വാസ് അടിപൊളി മീൻസ് ടു ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഭയങ്കര ഫാമിലി ഫീലാണ് വന്നത്. എല്ലാവരുമായിട്ട് രാത്രി ഗ്രില്ല് ചെയ്തു. നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അതൊന്നും ഇതിൽ എടുക്കാൻ പറ്റില്ല കാരണം ലൈറ്റ് അങ്ങനെ വലുതായിട്ടുണ്ടായില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ രാവിലെ എണീറ്റുള്ള സൺറൈസ് വ്യൂ എല്ലാം വാസ് ലൈക്ക് ടൂക്കിടും. അവിടെ നിന്ന് നമ്മൾ ബ്രഷ് ചെയ്തിട്ട് നേരെ ഒരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തിരിച്ച് ഇവിടെ എത്തി. സോ ഇറ്റ് വാസ് എ ഗുഡ് ക്യാമ്പിങ്. ഫസ്റ്റ് ക്യാമ്പിങ് ആയിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിപ്പ് ആക്ച്വലി. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇറ്റ് വാസ് എ ഫീൽ ഗുഡ് ടൈം ഫോർ ഓൾ ഓഫ് എസ്. ഇനി കൂടുതൽ ക്യാമ്പിങ് പോകാൻ ഞാൻ വീണ്ടും എക്സൈറ്റഡ് ആണ്. ഇനി കൂടുതൽ ക്യാമ്പിങ്സിൽ പോകാൻ പറ്റട്ടെ. ഞങ്ങൾക്ക് 2 പേർക്കും കുറേ സ്ഥലത്ത് പോകാൻ പറ്റട്ടെ ലിറ്ററലി. അതോടുകൂടെ
ഇന്നത്തെ വ്ളോഗ് തീരാണ്. സോ ബൈ, സ്റ്റേ ട്യൂൺഡ്.